ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസാസ് 18001 2007 കുറിച്ചിട്ടാണ്. ഈ 2001 നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തതെന്നാണ് നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? 18001 ഓസാസ് 18001 ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്ന് പറയുന്നത് നമ്മുടെ ISO 14001 സിമിലർ ആണ്. അപ്പം നമുക്കതിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ രണ്ടും സെയിം തന്നെയാണ്. ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. ദെൻ നമ്മൾ എന്ത് പഠിച്ചു? ഈ 18001 ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ പ്രൊവിഷൻസ് ഒക്കെ എവിടെയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്? ഓസാസ് 18002 അപ്പോൾ അതും പഠിച്ചു വെച്ചു. ദെൻ അടുത്ത നമ്മൾ പറയുന്നത് ഓസാസ് 18001 2007 കുറിച്ചിട്ടാണ്. ഈ സ്റ്റാൻഡേർഡ്, അതായത് ഇതിലും കുറേ റൂൾസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ റൂൾസിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? ഇതിൽ പറഞ്ഞിട്ടുള്ള എമർജൻസി പ്രിപ്പയർഡ്നെസ്സിനെ കുറിച്ച് മാത്രമേ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് കുറച്ച് സെക്ഷനിൽ ഇത്തിരി ഭാഗത്ത് മാത്രമേ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ പോർഷൻ മാത്രം നമുക്കൊന്ന് നോക്കി വയ്ക്കാം. അപ്പോൾ ഈ ബുക്ക് നമ്മൾ തുറക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് പേജിൽ തന്നെ ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം റിക്വയർമെൻറ്റ് വിത്ത് ഗൈഡൻസ് ഫോർ യൂസ് ഫസ്റ്റ് റിവിഷൻ എന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് റിവിഷനാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ്? ഇൻ ദിസ് സ്റ്റാൻഡേർഡ് ഇൻറ്റൻഡഡ് ടു അസിസ്റ്റ് ആൻ ഓർഗനൈസേഷൻ ടു ഡെവലപ്പ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു ദ മാനേജ്മെൻറ്റ് ഓഫ് ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അതായത് ഒരു ഫാക്ടറി ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ഒക്യുപ്പേഷണൽ ഹെൽത്തും, അതായത് അവിടുത്തെ ഹെൽത്തും സേഫ്റ്റിയും ഒക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവരെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു സ്റ്റാൻഡേർഡ് വേണം. ആ സ്റ്റാൻഡേർഡാണ് നമ്മൾ ഓസാസ് 18001 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരെന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് മാനേജ് ചെയ്യുന്നത്? മിനിമൈസ് ദ റിസ്ക് ഓഫ് എംപ്ലോയി ആൻഡ് പബ്ലിക്. എംപ്ലോയിയുടെയും പബ്ലിക്കിൻ്റെയും റിസ്ക് മിനിമൈസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇംപ്രൂവ് ബിസിനസ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സെക്കൻഡ് പോയിൻറ്റ്. ദെൻ തേർഡ് പോയിൻറ്റ്, ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ടു ക്രിയേറ്റ് റെസ്പോൺസിബിൾ ഇമേജ് ഓഫ് ദ മാർക്കറ്റ് പ്ലേസ്. അതായത് ഒരു റെസ്പോൺസിബിൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് ഇവരുടെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? മൊത്തം ഇതിലെ സ്റ്റാൻഡേർഡ്സ് ഒന്നും നമുക്ക് പഠിക്കണ്ട. നമുക്ക് എന്താണ്? എമർജൻസി പ്രിപ്പയർഡ്നെസ്സിനെയും റെസ്പോൺസിനെയും കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഇതിലാകെ 5 സെക്ഷൻസിലാണ് പറഞ്ഞിട്ടുള്ളത്. 6 സെക്ഷൻസിലാണ് പറഞ്ഞിട്ടുള്ളത് മൊത്തം. അതിൽ 4.4.7 സെക്ഷൻ 4.4.7 എമർജൻസി പ്രിപ്പയർഡ്നെസ് ആൻഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ 4.4.8 ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് റിക്കവറി പ്ലാൻ ആണ്. ദെൻ നെക്സ്റ്റ് A4.7 ഉണ്ട്. അതിൽ എമർജൻസി പ്രിപ്പയർഡ്നെസ് ആൻഡ് റെസ്പോൺസ് തന്നെയാണ് പറയുന്നത്. ദെൻ A4.7.1 എമർജൻസി പ്ലാൻ ഉണ്ട്. ദെൻ അടുത്തേതാ? A4.7.2 എമർജൻസി എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ദെൻ A4.7.3 പ്രാക്ടീസ് ഡ്രിൽസ് ഉണ്ട്. ദെൻ ANNEX C അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയും പോർഷനാണ് നമ്മളിന്ന് പറയുന്നത്. ഇതിലൊക്കെ കുറച്ച് പോയിൻറ്റ്സേ ഉള്ളൂ കേട്ടോ. അതും നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസിലുള്ള അതേ പോയിൻറ്റ്സ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. പക്ഷേ എന്താണ്, നമുക്കിത് അറിഞ്ഞിരിക്കണം ഏതൊക്കെ സെക്ഷൻ്റെ അണ്ടറിലാണ് ഇവരെ. ഇപ്പം നമ്മളോട് എന്താവും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഓസാസ് 18001 2007 പ്രൊവിഷൻസ് ആണ് ചോദിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സെക്ഷൻ്റെ അണ്ടറിലും ഏതൊക്കെയാണ് വരുന്നതെന്ന് അറിയണം, അല്ലേ? അത് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പം നിങ്ങൾക്കിപ്പം ഒരു റൂൾ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ റൂളും ഇതുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കിടക്കുന്നതാണ്. അതായത് മെയിനായിട്ടുള്ള ഓസാസ് 18001 തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കിനി ആദ്യം 4.4.7 എന്താണ് പറയണതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തെ
നമ്മളിപ്പം നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഈ ബുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെന്താണ് ഇതിൻ്റെ അകത്ത് വലിയൊരു ഒറ്റ പാരഗ്രാഫായിട്ടാണ് 4.7 കിടക്കുന്നത്. ഞാൻ ജസ്റ്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനെ സെക്ഷൻ ആക്കിയിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിലൊന്നും പഠിക്കാനില്ല മീൻസ് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് കുറേ എന്തൊക്കെയോ ഉള്ളതായിട്ട് തോന്നുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണെന്നൊന്ന് ഞാൻ ജസ്റ്റ് വായിച്ചുതരാം, എന്നിട്ട് അതിൻ്റെ ഒരു സമ്മറി പോലെ പറഞ്ഞുതരാം. അപ്പോൾ ദി ഓർഗനൈസേഷൻ ഷോൾ എസ്റ്റാബ്ലിഷ്, ഇംപ്ലിമെൻറ്റ് ആൻഡ് മെയിൻറ്റെയിൻ പ്രൊസീജിയേഴ്സ് ഫോർ എമർജൻസി പ്രിപ്പയർഡ്നെസ് ആൻഡ് റെസ്പോൺസ് ടു പ്ലാൻ ഫോർ കോണ്ടിജൻസി ഇൻ അഡ്വാൻസ്. അതായത് എന്താണ്, പെട്ടെന്ന്, അതായത് ആകസ്മികമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാതെ ഇരിക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റ് വരികയാണെന്ന് വെച്ചോ, അല്ലെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് നമ്മുടെ ഫാക്ടറിയിൽ നടക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എമർജൻസി പ്രിപ്പയർഡ്നെസ്സും റെസ്പോൺസും, അതായത് ഒരു എമർജൻസി പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം. അത് നമ്മൾ സ്ഥാപിക്കണം, അതായത് എസ്റ്റാബ്ലിഷ് ചെയ്യണം, ദെൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അത് നടപ്പിലാക്കണം. അത് മാത്രം മതിയോ, ദെൻ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. അപ്പോൾ അതെന്താണ്, അത് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് to periodically test these plans to allow an adequate response to occur during the actual emergency. അപ്പോൾ എന്താണ്, നമ്മൾ പീരിയോഡിക്കലി ടെസ്റ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്, ഈ പ്ലാന് നമുക്ക് മതിയാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതായത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച പ്ലാൻ അവിടെ എടുക്കാൻ പറ്റുമെന്ന്, നമ്മളിപ്പോൾ ആ സിറ്റുവേഷനിൽ പോയിട്ട് നമ്മളിങ്ങനെയൊക്കെയാണ് പഠിച്ചു വെച്ചതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് എന്തായാലും മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇതെന്താണ്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യും കൂടെ വേണം. ദെൻ വൈൽ പ്ലാനിങ് ദ പ്രൊസീജിയർ ഫോർ എമർജൻസി പ്രിപ്പയർഡ്നെസ്, it shall consider significant events such as fire, explosion, toxic release or natural disasters that threaten the viability of organization. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിനൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്, ഫയർ, എക്സ്പ്ലോഷൻ, ടോക്സിക് റിലീസ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഇതിനൊക്കെ കൺസിഡർ ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെന്താണ്, ഇതൊക്കെ നമ്മുടെ എമർജൻസി പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യണം. ദെൻ അതിൻ്റെ ബാക്കിയാണ് ഓൺ-സൈറ്റ് ആൻഡ് ഓഫ്-സൈറ്റ് എമർജൻസി പ്ലാൻ ആൻഡ് പ്രൊസീജിയർ ഷോൾ ബി ഡെവലപ്ഡ് ആൻഡ് പീരിയോഡിക്കലി ടെസ്റ്റഡ്, റിവ്യൂഡ്, റിവൈസ്ഡ് were necessary by appropriate authority. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്ലാനിനെ ടെസ്റ്റ് ചെയ്യണം, റിവ്യൂ ചെയ്യണം, അത് ഓൺ-സൈറ്റ് ആയാലും ഓഫ്-സൈറ്റ് ആയാലും കേട്ടോ, ആൻഡ് റിവൈസ് ചെയ്യണം. നെസസറി ബൈ അപ്രോപ്രിയേറ്റ് അതോറിറ്റി. നമ്മളെ അപ്രോപ്രിയേറ്റ് അതോറിറ്റീസ് ഇതെന്ത് ചെയ്യണം, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം, റിവ്യൂ ചെയ്യണം, റിവൈസ് ചെയ്യണം. Emergency plan of large installation should be prepared in consultation with municipal or state disaster planning authorities. അപ്പോൾ നമ്മളിപ്പം വലിയൊരു ഇൻസ്റ്റലേഷൻ, വലിയൊരു ഫാക്ടറിയാണ് ഉണ്ടാക്കുന്നതൊക്കെ. ഫാക്ടറി മീൻസ് വലിയൊരു ഹസാർഡസ് ഇൻസ്റ്റലേഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡിസാസ്റ്റർ പ്ലാനിങ് അതോറിറ്റീസ്, ഇപ്പം നമ്മൾ കേരളത്തിലാണെങ്കിൽ നമുക്ക് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ ഡിസാസ്റ്ററൊക്കെ വരുമ്പോൾ, ഫ്ലഡ് വരുമ്പോൾ, ഇപ്പോൾ കൊറോണ വരുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ വേറെ നേരത്തെ എന്ത് ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാലും അതിനെ മാനേജ് ചെയ്യുന്ന കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവരുടെ അടുത്ത് ഇത് ഡിസ്കസ് ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മൾ ലാർജ് ഇൻസ്റ്റലേഷനാണ് ചെയ്യുന്നത് എങ്കിലാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എന്താണ് പറഞ്ഞത്, നമ്മൾ ലാർജ് ഇൻസ്റ്റലേഷനാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മളിത് ഡിസ്കസ് ചെയ്യണം. ദെൻ അടുത്തെന്ന് പറയുന്നത്, the organization shall also establish and maintain procedures to mitigate the effect of such incident on those directly suffering the injuries. ഇപ്പം നമ്മൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് തന്നെ വിചാരിക്കുക. ആ സമയത്ത് നമ്മളിപ്പോൾ എന്ത് ചെയ്യാം, ഇതിനെ
മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്തൊക്കെ പ്രൊവിഷൻസ് ആണ്? ദീസ് പ്രൊസീജിയേഴ്സ് ഷോൾ ഇൻക്ലൂഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് അപ്രോപ്രിയേറ്റ് ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ്. നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ദെൻ അടുത്ത പോയിന്റ് പറയുന്നത് പൊസസ് ടു റീഹാബിലിറ്റേറ്റ് ഇഞ്ചേർഡ് എംപ്ലോയീസ് ബൈ പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് റീഹാബിലിറ്റേഷൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പൊസസ് ടു റീഹാബിലിറ്റേറ്റ് ചെയ്യണം. നമ്മുടെ ഇഞ്ചേർഡ് എംപ്ലോയീസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം. ആൻഡ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? നമുക്കെന്താ പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റും അല്ലേ, ഈ ഇൻസ്റ്റലേഷൻ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത് 4.4.8 ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് റിക്കവറി പ്ലാനാണ്. 4.4.8 അപ്പോൾ നമുക്ക് പേരിൽ തന്നെ ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് റിക്കവറി പ്ലാൻ ആണുള്ളത്. അതായത് എന്താണ്? നമ്മുടെ ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് അതൊന്ന് റിക്കവർ ചെയ്യണം ഇല്ലേ? ഇപ്പോൾ നമ്മളൊരു ഫാക്ടറിയിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അപ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ ഷോക്കിൽ തന്നെ കുറേ കാലം നിന്ന് കഴിഞ്ഞാൽ എന്താണ്? അത് വീണ്ടും നമുക്ക് ഒരു റിക്കവറിയിലോട്ട് കുറേ സമയമെടുക്കും. അപ്പോൾ അങ്ങനെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി ഒരു പ്ലാൻ വേണം. എന്തൊക്കെ ചെയ്യണം? അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിന് എന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനാണ് ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് റിക്കവറി പ്ലാൻ എന്ന് പറയുന്നത്. ദ ഓർഗനൈസേഷൻ ഷോൾ എസ്റ്റാബ്ലിഷ്, ഇംപ്ലിമെൻറ്റ് ആൻഡ് മെയിൻറ്റെയിൻ പ്രൊസീജിയർ ഫോർ ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് റിക്കവറി പ്ലാൻ to aid in plant employee recovery as soon as possible after the cessation of the event. അതായത് ഈ ഇവൻ്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്? ഒരു പ്ലാന് എസ്റ്റാബ്ലിഷ് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. ഓൺലി സ്യൂട്ടബിളി ക്വാളിഫൈഡ് കൗൺസിലേഴ്സ് ഷോൾ ബി യൂസ്ഡ് ടു അസസ് വിക്ടിം അസോസിയേറ്റഡ് വിത്ത് എ ട്രോമാറ്റിക് ഇവൻറ്റ്. അപ്പോൾ നമുക്ക് ഇത്ര പഠിച്ചാൽ മതി. എന്താണ്? റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ട്, അതാണ് ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് റിക്കവറി പ്ലാൻ എന്ന് പറയുന്നത്. അത് പറയുന്നത് 4.4.8 എന്ന സെക്ഷനിലാണ് പറയുന്നത്. ദെൻ അതിൽ തന്നെ നമുക്ക് ആ സെക്ഷൻ്റെ ഏറ്റവും താഴെ ഏറ്റവും കുഞ്ഞ് ഇതിൽ നോട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ദ ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് റിക്കവറി പ്ലാൻ അലൗസ് ദ പ്ലാൻ ടു മിനിമൈസ് ദ time required to return the normal operation and assist employee to who are not injured but who have. അതായത് എന്താണ്? നമ്മൾ മിനിമൈസ് ചെയ്യാൻ പറ്റും ടൈം, നമ്മൾ തിരിച്ച് റിക്കവർ ചെയ്യുന്ന സമയം, റിക്കവറിയിലോട്ട് എത്തിക്കുന്ന സമയം മിനിമൈസ് ചെയ്യാൻ പറ്റും. എന്തുവഴി? നമ്മൾ ഈ പ്ലാന് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് റിക്കവറി പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം എടുക്കാതെ തന്നെ റിക്കവർ ചെയ്യാം എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ദെൻ നമുക്ക് എമർജൻസി പ്രിപ്പയർഡ്നെസ് ആൻഡ് റെസ്പോൺസ് A4.7 ആണ് അടുത്തത്. ഇപ്പം നമ്മൾ 4.4.7 എന്ന് പറഞ്ഞു, 4.4.8 പഠിച്ചു. ഇനി അടുത്തത് A4.7. ഇതിലെന്താ പറയുന്നതെന്ന് നോക്കാം. എമർജൻസി പ്രിപ്പയർഡ്നെസ് ആൻഡ് റെസ്പോൺസ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത്. ദ ഓർഗനൈസേഷൻ ഷുഡ് ഡെവലപ്പ് an emergency plan. എന്തിനു വേണ്ടിയിട്ടാണ്? ഐഡൻറ്റിഫൈ ആൻഡ് പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് എമർജൻസി എക്യുപ്മെൻറ്റ് ആൻഡ് റെഗുലർലി ടെസ്റ്റ് ഇറ്റ്സ് റെസ്പോൺസ് capability ത്രൂ ദ പ്രാക്ടീസ് ഡ്രിൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ പോയിൻറ്റ്സ് തന്നെ വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പോൾ നമ്മുടെ A4.7 പറഞ്ഞിട്ടുള്ള എന്താ? ഓർഗനൈസേഷൻ ഒരു എമർജൻസി പ്ലാൻ ഉണ്ടാക്കണം, എന്നിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്യണം, ദെൻ പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് എമർജൻസി എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് എമർജൻസി സിറ്റുവേഷനിലുള്ള എക്യുപ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ എന്താ? റെഗുലർലി ടെസ്റ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളിതിൻ്റെ capability, response capability through the പ്രാക്ടീസ് ഡ്രിൽസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് എന്താ വർക്കിംഗ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ പ്രാക്ടീസ് ഡ്രിൽസ് ഷുഡ് എയിം ടു ടെസ്റ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ പാർട്ട് ഓഫ് ദ എമർജൻസി പ്ലാൻ ആൻഡ് ടു ടെസ്റ്റ് ദ കംപ്ലീറ്റ്നെസ് ഓഫ് ദ എമർജൻസി പ്ലാനിങ് പ്രോസസ്സ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാക്ടീസ് ഡ്രിൽ ചെയ്യുന്നത്? നമ്മുടെ പ്ലാൻ്റെ എഫക്റ്റീവ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എമർജൻസി പ്ലാന് ടെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കി തന്നെയാണ് വരുന്നത്. വൈൽ ഡെസ്ക്ടോപ്പ് എക്സസൈസ് ക്യാൻ ബി
യൂസ്ഫുൾ ഡ്യൂറിങ് പ്ലാനിങ് പ്രോസസ്സ്. അതായത് ഡെസ്ക്ടോപ്പ് എക്സസൈസ്, അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡിസ്കഷൻ സെഷൻ വേണം. എന്താ, നമ്മളെ പ്ലാനിനെ കുറിച്ചൊരു ഡിസ്കഷൻ സെഷൻ വെക്കണം. പ്രാക്ടീസ് ഡ്രിൽ ഷുഡ് ബി റിയലിസ്റ്റിക് ആസ് പോസിബിൾ ടു ബി എഫക്റ്റീവ്. ഇറ്റ് ക്യാൻ റിക്വയർ ഫുൾ സ്കെയിൽ ഇൻസിഡൻറ്റ് സിമുലേഷൻ ടു ബി കണ്ടക്റ്റഡ്. അപ്പോൾ നമ്മൾ എന്താണ്, റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഫുൾ സ്കെയിൽ ഇതിൽ തന്നെ ഇത് കണ്ടക്ട് ചെയ്യണം. ദെൻ ദ റിസൾട്ട് ഓഫ് എമർജൻസി ആൻഡ് പ്രാക്ടീസ് ഡ്രിൽ ഷുഡ് ബി ഇവാലുവേറ്റഡ്. ചേഞ്ചസ് ആർ ഐഡൻറ്റിഫൈ ആസ് ബീയിങ് നെസസറി ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇതിനെ ഇവാലുവേറ്റ് ചെയ്യും, എമർജൻസീനെ, ദെൻ എമർജൻസീസിനും പ്രാക്ടീസിനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇംപ്ലിമെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആഡ് ചെയ്ത് റിവൈസ് ചെയ്യും. ദെൻ നമ്മൾ 4.7.1 എമർജൻസി പ്ലാനിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. The emergency plan should outline of the action to be taken when specified emergency situations arise and should include the following. അപ്പോൾ എന്താണ്, ഇത് എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലൈൻ ആണ് എമർജൻസി പ്ലാൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു Ohsas 18,001-2007 ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അപ്പോൾ Ohsas 18,001-2007 എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ എമർജൻസി പ്ലാൻ ഷുഡ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. ആദ്യത്തെ എന്താണ്, ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ആക്സിഡൻറ്റ്സ് ആൻഡ് എമർജൻസീസ്. എമർജൻസീസും ഐഡൻറ്റിഫൈ ചെയ്യുക. എ ലിസ്റ്റ് ഓഫ് കീ പേഴ്സണൽസ്. കീ പേഴ്സണൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പേഴ്സണൽ ടു ടേക്ക് ചാർജ് ഡ്യൂറിങ് എമർജൻസി. എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്താ, ഓരോ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും, അവരെയാണ് നമ്മൾ കീ പേഴ്സണൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കീ പേഴ്സണൽസിൻ്റെ എന്താ ലിസ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഡീറ്റെയിൽസ് ഓഫ് ആക്ഷൻ ടു ബി ടേക്കൺ ബൈ പേഴ്സണൽ ഡ്യൂറിങ് ആൻ എമർജൻസി. ഒരു എമർജൻസിയിൽ എടുക്കേണ്ട ആക്ഷൻ്റെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യണം. തേർഡ് പോയിന്റ്. ഫോർത്ത് എന്ന് പറയുന്നത് എമർജൻസി ഓർഗനൈസേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വേണം. ദെൻ ഇവാക്യുവേഷൻ പ്രൊസീജിയേഴ്സ് വേണം. ദെൻ ഇവാക്യുവേഷൻ പ്രൊസീജിയേഴ്സ് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ. ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ലൊക്കേഷൻ ഓഫ് ഹെസാർഡസ് മെറ്റീരിയൽസ് ആൻഡ് എമർജൻസി ആക്ഷൻ റിക്വയർഡ്. നമ്മൾ എന്ത് ചെയ്യണം, ഹെസാർഡസ് മെറ്റീരിയൽസ് ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ എമർജൻസി ആക്ഷൻസ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ ഇനീഷ്യൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ പ്ലാന്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ പ്ലാന് വേണം. Then testing drills, training, conducting emergency fire drill periodically for testing the effectiveness of plan. Then protection of vital records and equipments. ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കണം. ടെസ്റ്റിങ്, ഡ്രിൽസ് ടെസ്റ്റ് ചെയ്യണം, ട്രെയിനിങ് വേണം. ദെൻ എന്താ വേണ്ടേ, പ്രൊട്ടക്ഷൻ ഓഫ് വൈറ്റൽ റെക്കോർഡ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് വേണം. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി ഓഫ് നെസസറി ഇൻഫർമേഷൻ ഡ്യൂറിങ് എമർജൻസി. ഫോർ എക്സാമ്പിൾ പ്ലാൻ ലേഔട്ട്. അതായത് എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് കുറച്ച് എന്താ പറയുക, നെസസറി ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ വേണ്ടി വരും. എന്തൊക്കെയാണ്, പ്ലാൻ ലേഔട്ട് ഡ്രോയിങ്, അതായത് പ്ലാന്റിൻ്റെ മൊത്തം പ്ലാന് വേണം. ദെൻ ഹസാർഡസ് മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഡാറ്റ വേണ്ടി വരും. പ്രൊസീജിയേഴ്സ് വേണം. വർക്ക് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കോണ്ടാക്ട് ടെലിഫോൺ നമ്പേഴ്സ്, ഇതൊക്കെ വേണം. ദെൻ ഇൻസ്റ്റലേഷൻ ഓർ അവൈലബിലിറ്റി ഓഫ് സ്യൂട്ടബിൾ വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം ടെസ്റ്റഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. അതായത് എന്ത് വേണം, ഇൻസ്റ്റലേഷൻ ഓർ അവൈലബിലിറ്റി ഓഫ് സ്യൂട്ടബിൾ വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം. വാർണിംഗും അലാം സിസ്റ്റവും ഒക്കെ നമുക്ക് വേണം. ദെൻ എമർജൻസി റെസ്ക്യൂ എക്യുപ്മെൻറ്റ്സ് അവൈലബിൾ ആൻഡ് മെയിൻറ്റെയിൻഡ് ഇൻ ഗുഡ് വർക്കിംഗ് ഓർഡർ. റെസ്ക്യൂ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നല്ല വർക്കിംഗ് കണ്ടീഷനിലാണോ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമ്മൾ നോക്കണം. ദെൻ ഇനി നെക്സ്റ്റ് പറയുന്നത് നമുക്ക് എമർജൻസി എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. എമർജൻസി എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി എക്യുപ്മെൻറ്റ് നീഡ്സ് ഷുഡ് ബി ഐഡൻറ്റിഫൈഡ്
ആൻഡ് എക്യുപ്മെൻറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ഇൻ അഡിക്വേറ്റ് ക്വാണ്ടിറ്റി. നമ്മളതിൻ്റെ ആവശ്യം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മളെ പ്ലാന്റിൽ എന്തൊക്കെ എമർജൻസി എക്യുപ്മെൻറ്റ്സ് വേണം, അപ്പോൾ അത് എത്ര ക്വാണ്ടിറ്റി വേണം, അതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ദിസ് ഷുഡ് ബി ടെസ്റ്റഡ് സ്പെസിഫൈഡ് ഇൻ്റർവൽ ഫോർ കണ്ടിന്യൂയിങ് ഓപ്പറബിലിറ്റി. എക്സാമ്പിൾ ഇൻക്ലൂഡിങ് എന്തൊക്കെയാണ് വേണ്ടത്? അലാം സിസ്റ്റം വേണം, എമർജൻസി ലൈറ്റിംഗ് ആൻഡ് പവർ വേണം. അതായത് ഇത് കണ്ടിന്യൂസ്ലി നമുക്ക് അവൈലബിൾ ആണോ, അങ്ങനെയുള്ള കാര്യം നോക്കണം. ദെൻ നമ്മളിത് സ്പെസിഫിക് ഇൻ്റർവെല്ലിൽ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയായിരിക്കും വേണ്ടത്? അലാം സിസ്റ്റം വേണ്ടവരും, എമർജൻസി ലൈറ്റിംഗ് വേണ്ടവരും, then safe refuges, then critical isolation valves, switches, cutouts, then fire fighting equipments. ഇതൊക്കെ എക്യുപ്മെൻറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. then first aid equipments. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എക്യുപ്മെൻറ്റ്സിൽ എന്താണ്? എമർജൻസി ഷവേഴ്സ്, ഐ വാഷ് സ്റ്റേഷൻസ് ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, ഇതൊക്കെയാണ് എമർജൻസി എക്യുപ്മെൻറ്റ്സിൻ്റെ അകത്ത് വരുന്നത്. ദെൻ 4.7.3 അകത്ത് പ്രാക്ടീസ് ഡ്രിൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ പ്രാക്ടീസ് ഡ്രിൽസ് ഷുഡ് ബി ക്യാരിഡ് ഔട്ട് അക്കോർഡിംഗ് ടു പ്രീ ഡിറ്റർമൈൻഡ് ഷെഡ്യൂൾ. അതായത് നമ്മൾ മുൻകൂട്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് ഇതെന്ത് ചെയ്യണം? നടത്തിക്കൊണ്ടിരിക്കണം പീരിയോഡിക്കലി. വേർ അപ്രോപ്രിയേറ്റ് ആൻഡ് പ്രാക്ടിക്കബിൾ ദ participation of external emergency services in practice drill should be encouraged. അതായത് ഒരു എക്സ്റ്റേണൽ ഏജൻസീസൊക്കെ എമർജൻസി സർവീസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡ്രില്ലിലോട്ട് എന്താ പറയുക, ഡ്രില്ലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം? എൻകറേജ് ചെയ്യണം. ഇതാണ് പ്രാക്ടീസ് ഡ്രില്ലിനെ കുറിച്ച് പറയുന്നത് 4.7.3. ദെൻ നെക്സ്റ്റ് A4.8. അതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം. ഇതിലെന്താ? ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് റിക്കവറി പ്ലാനിനെ കുറിച്ചിട്ട് തന്നെ വീണ്ടും പറഞ്ഞിട്ടുള്ളത്. ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് റിക്കവറി പ്ലാൻ ഷുഡ് കവർ റെസ്പോൺസിബിലിറ്റീസ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വേണ്ടത്? റെസ്പോൺസിബിലിറ്റീസ് ഇൻക്ലൂഡിങ് കോർഡിനേഷൻ ആൻഡ് ഇനീഷ്യേഷൻ. അപ്പം കോർഡിനേഷനും ഇനീഷ്യേഷനും വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കണം. ദെൻ diffusing where those involved in the trauma can discuss the events. അതായത് ഡിഫ്യൂസ് ചെയ്യുക, നമ്മൾ ഡിസ്കസ് ചെയ്യണം. ആൻഡ് എന്താ നമ്മുടെ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളോട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യണം. അതാണ് ഡിഫ്യൂസിങ്ങിൽ പറയുന്നത്. ദെൻ ഡീബ്രീഫിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ ടു അസിസ്റ്റ് എംപ്ലോയി ആസ് ദെയർ ഓൺ എബിലിറ്റി ടു ഓവർകം ഇമോഷണൽ എഫക്റ്റ് ഓഫ് സീരിയസ് ഇൻസിഡൻസ്. അപ്പോൾ നമുക്ക് അതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഉള്ള പ്രൊസീജിയറാണ് ഡീബ്രീഫിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഡീബ്രീഫിംഗ് എന്ന് പറയുന്നത്. ദെൻ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ വേർ ഫർദർ തെറാപ്പി മേ ബി റിക്വയർഡ് ഓൺഗോയിങ് ബേസിസ്. അതായത് തെറാപ്പി അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ, ഇപ്പം നമ്മൾ ആ ഒരു ഇൻസിഡൻറ്റിനെ ഫേസ് ചെയ്തവർക്ക് ആ ഒരു എന്താ പറയുക ഷോക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്നൊക്കെ ഓവർകം ചെയ്യണം നമ്മൾ. അതും നമ്മുടെ ഒരു ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് റിക്കവറി പ്ലാനിൻ്റെ ഒരു പാർട്ടാണ്. ലീഗൽ ആൻഡ് ഇൻഷുറൻസ് റിക്വയർമെൻറ്റ്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കണം. ദെൻ ഇനി നമുക്ക് ലാസ്റ്റ് പറയാനുള്ളത് അനെക്സ് സി ആണ്. അനെക്സ് സിയിൽ എന്താണ്? പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ഗൈഡ് ലൈൻ ഫോർ ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് അസസ്മെൻറ്റ് ആൻഡ് കൺട്രോൾ ഓഫ് റിസ്ക്. അപ്പം ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷനും അസസ്മെൻറ്റിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊവിഷൻസ് നമ്മുടെ അനെക്സ് സിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ ഞാൻ ഈ സ്റ്റാൻഡേർഡിൻ്റെ ഒരു PDF കൂടെ തരാം. അപ്പോൾ ജസ്റ്റ് അതിലൂടെ ഒന്ന് പോവാം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി.